ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ വീഡിയോയിൽ ഈ കാണുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ 20 രൂപയ്ക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ. ഇതിൽ കാണുന്നത് ഞാൻ കുറച്ച് സ്പീഡിൽ ഇങ്ങനെ നടന്നുട്ടാ, കാരണം വീഡിയോ എടുക്കുമോ സമ്മതിക്കുമോന്നൊന്നും അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിക്കുട്ടൻ്റെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അമ്മ വേഗം 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 എന്ന് പറയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒക്കെ 20 രൂപ വരെ കേട്ടോ. എല്ലാ സമയം എതിർത്താൽ 20 രൂപ എന്നിട്ട് ബോർഡ് വെച്ചുള്ള. അപ്പോൾ എനിക്ക് വലിയ ആവശ്യമൊന്നുമില്ല, ഞാൻ 20 രൂപയുടെ സാധനങ്ങൾ വിൽക്കാൻ വെച്ചാൽ കണ്ടപ്പോൾ ഒന്നൊരു വീഡിയോ എടുക്കാമല്ലോ വിചാരിച്ചിട്ട് ഇങ്ങനെ കയറിയതാണ് കേട്ടോ. എനിക്കൊരു ജാറ് വേണമായിരുന്നു കേട്ടോ. നോക്കി കത്തി വരിൻ്റെ 20 രൂപയ്ക്ക് ഒരു ജാറ് വേണമായിരുന്നു, കാജിൻ്റെ ഒരു. അപ്പം അതിൻ്റെ ഇടയിൽ ഹിന്ദി വന്നു. കുപ്പിയിലൊരു ചില്ല് കുപ്പിയിലൊരു ചെറിയ ജാറ് ഞാൻ 20 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഡ്രൈ സീഡ്സ് കൊണ്ടുപോയിട്ട് സ്കൂളിൽ ഇങ്ങനെ എൻ്റെ ഡ്രോയറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ ടൈമൊക്കെ ഇരിക്കേണ്ടി വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെടുത്ത് കഴിക്കാമെന്നുള്ളതിൽ ഇത് ഇവിടെ മടുക്കയില്ല, വെള്ളം വയ്ക്കില്ല. അപ്പം അതിൻ്റെ മുകളിൽ ഇടുന്ന ഒരു ഇതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, അമ്പലമൊക്കെ വെടുപ്പാക്കാനായിട്ട് അടിച്ചു തന്നെ കുഞ്ഞ് എന്താ പറയുക, കോരും കുഞ്ഞ് ചൂലൊക്കെ അങ്ങനെ എല്ലാം 20 രൂപ വരെ സാധനങ്ങളാണ്. ക്വാളിറ്റി അതിനനുസരിച്ചുള്ളത് തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷെ എന്നാൽ 20 രൂപയ്ക്കൊക്കെ എന്ന് വല്ലതും കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഉറപ്പല്ലേ. നമ്മുടെ ചായ കുടിക്കുന്ന കപ്പ് വരെ കിട്ടും 20 രൂപയ്ക്ക്. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കിട്ടില്ലല്ലോ. ഞാൻ ഒരു വട്ടം അച്ചാറിടുന്ന 2 പാത്രങ്ങൾ 20 രൂപ വരെ വാങ്ങിച്ചത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എത്ര രൂപയാവും എന്നൊക്കെ ചോദിച്ചപ്പോൾ അപ്പോൾ എന്നോട് 1-2 ആൾ പേഴ്സണലായിട്ട് വാട്സപ്പിൽ ഇതിനോ 90 100 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നടക്കാനുള്ള വഴിയിൽ എന്താ പറയുക, ടേബിളിൻ്റെ ചുറ്റും തുണി അടിച്ചു കൊടുക്കണം, അതിന് കാറ്റിന് പറക്കണതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ ഇങ്ങനെ കിട്ടുമെന്നറിയില്ല. എൻ്റെ എന്താ പറയുക, കല്യാണം കഴിഞ്ഞതിലും മുന്നത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടൊന്നും ഞാനങ്ങനെ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നോക്കിയാൽ കണ്ട പ്ലേറ്റുകളൊക്കെ സെക്കൻഡ് ക്ലാസ് ക്വാളിറ്റിയൊക്കെ ആയിരിക്കും വന്നേച്ചാലും ഇവിടെയൊക്കെ വല്ല പൂജകളൊക്കെ നടത്തില്ലേ, ഈ ഹവൻ പോലത്തെ ഇതൊക്കെ. അപ്പോൾ പെൺപിള്ളേർക്കൊക്കെ പാത്രം കൊടുക്കേണ്ടത് ഇതൊക്കെ കണ്ടില്ലേ, 20 രൂപ വരെ ഉള്ളൂ. നമ്മളൊരു 5-6 വട്ടം യൂസ് ചെയ്ത് വല്ല എന്താ പറയുക യൂട്യൂബ് വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ട് പിന്നെ എടുത്ത് കളഞ്ഞൂടെ. പക്ഷെ ഇന്നവരെ ഞാൻ അങ്ങനത്തെയൊക്കെ 2-3 വാങ്ങിയിട്ട് ഇന്നവരൊന്നും കളറ് മങ്ങി അങ്ങനത്തേതായ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ക്വാളിറ്റി ചിലപ്പോൾ കുറച്ച് ഇതായിരിക്കും, പക്ഷേ കാണുമ്പോൾ നമുക്ക് കുട്ടികളുടെ പോലെ ഭയങ്കര ഇഷ്ടമായിരിക്കും വാങ്ങുക, യൂസ് ചെയ്യുക. കുഞ്ഞിക്കിടാങ്ങൾക്ക് നമ്മളെ നാട്ടിൽ കളിപ്പാട്ടം വരെ കിട്ടില്ല 20 രൂപയ്ക്ക് അല്ലേ. പണ്ട് എൻ്റെ ചേട്ടന്മാർ ചില്ലിൻ്റെ ഞാൻ പറഞ്ഞില്ല കിട്ടുന്നേ. പണ്ട് എൻ്റെ ചേട്ടന്മാർ നമ്മുടെ ഓരോ പൂരത്തിനൊക്കെ പോകുമ്പോഴിൽ ഇവർക്ക് വല്ല ഐസ്ക്രീമൊക്കെ വാങ്ങി തിന്നാനായിട്ട് കാശ് കൊടുക്കും. അപ്പോൾ അമ്മമാരെന്തൊരു ചെയ്യാന്ന് വെച്ചാൽ 3 ആളിലെ ട്രേസ് ഇട്ടിട്ട് അതിന് എനിക്കിതുപോലത്തെ വല്ല എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ കുടം, പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ അല്ലെങ്കിൽ വാളയൊക്കെ വാങ്ങിച്ചുകൊണ്ടിട്ട ഈ കപ്പൊക്കെ നോക്കി നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഞാൻ വെറുതെ എടുത്ത് നോക്കിയെന്നുള്ള വാങ്ങിയൊന്നുമില്ല, നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് തന്നെ യൂസ് ചെയ്യൽ കുറവാണ്. അങ്ങനെ ഇത് കണ്ടൊരു ചതുരം കപ്പ് കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ട് ഞാൻ നോക്കിയതാട്ടാ. അങ്ങനെ വെക്കാൻ സ്ഥലമില്ല, അത് കാരണം വാങ്ങിയില്ല. കാണുമ്പോൾ ഒക്കെ വാങ്ങാനൊക്കെ തോന്നും, പക്ഷേ വെക്കാൻ സ്ഥലമില്ലാത്ത കാരണം വാങ്ങിച്ചില്ല. പിന്നെ ഇത് അവിടെ കഴിഞ്ഞു തുടങ്ങി, ഒരു മാസമൊക്കെ ഒരു സ്ഥലത്തുണ്ടാവേ. അപ്പോൾ അത് കാരണം സ്റ്റോക്കുകളൊക്കെ കഴിഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞു. അവരോട് ചോദിച്ചപ്പോൾ ഈ ഒരു പാത്രം കണ്ടില്ലേ, ഇതൊക്കെ ഓരോരുത്തർ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. ചവിട്ടികൾ കണ്ടില്ലേ, ചവിട്ടികളൊക്കെ പലതരത്തിലുണ്ടായിരുന്നു കേട്ടോ. ചവിട്ടികൾക്ക് ഞാൻ ചോദിച്ചപ്പോൾ 40 രൂപ 60 രൂപയൊക്കെ പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ നോക്കുന്നു നിങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവും വിചാരിക്കുന്നു. ആരും അധികം കമൻ്റൊന്നും ഇടുന്ന് കാണുന്നില്ല, പക്ഷെ കമൻ്റൊക്കെ ഒന്ന് ഇട്ടോളോ. അപ്പോൾ എനിക്കിനിയും വീഡിയോകളൊക്കെ ഇടാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ഇട്ടോ. സ്കൂൾ വർക്കേണ്ട ഒരു സമയമായി കാരണം കണ്ട പിള്ളേർക്കുള്ള സാധനങ്ങളൊക്കെ സ്കച്ച് പെനിലൊക്കെ എന്തോരം മഷീൻ്റെ ആവുക. അപ്പോൾ ഇതൊക്കെ ഒരെണ്ണമൊക്കെ ആയി. അപ്പോൾ നിങ്ങൾ എന്താണ് എൻ്റെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളെന്ന് എന്ത് തന്നെയായാലും കമൻ്റായിട്ട് ഇടണേ. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരണം. ഈ വരണിക്ക് 150 രൂപ കണ്ടത് കാരണം ഞാൻ സ്പെഷ്യൽ അതെടുത്തത്. ചില സാധനങ്ങൾക്ക് അങ്ങനെ വളരെ വ്യത്യാസം കൊണ്ട് ഈ ചില്ലിൻ്റെ ഭരണി ഒക്കെ ഒത്തിരി കൂടി വലുതാണ്, അതൊന്നും വേണ്ട, എനിക്ക് കുഞ്ഞാണ് വേണ്ടത് വരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവരങ്ങനെ പറഞ്ഞത് ഇത് കുറച്ച് ദിവസം കൂടി ഉള്ളത് കാരണം സ്റ്റോക്കുകൾ കഴിഞ്ഞതൊന്നും പിന്നെ റീസ്റ്റോക്ക് ചെയ്തില്ല എന്നുള്ളത്. അങ്ങനെ പാനും പെൻസിലും ഇവിടെ കാശില്ല. ഇത് കണ്ട വല്ല കല്യാണങ്ങളൊക്കെ കാശ് ആൾക്കാർ തലക്ക് ഒഴിഞ്ഞിട്ട് എറിയും ഈ പേപ്പറിൻ്റെ നോട്ടുകളാണ്. ഇതിനൊക്കെ വില വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ.
മറ്റേനും ഇതുണ്ടായിരുന്നു ഒക്കെ 20 രൂപ. ഇവിടുത്തെ ഈ ഏരിയയിലെ കുറച്ച് സാധനങ്ങളൊക്കെ 150 രൂപ 100 രൂപ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്താ വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും വാങ്ങിച്ചില്ല എന്ന് പറയാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഉദ്ദേശിച്ചതാണ് ഉണ്ടായിരുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടല്ല.